രാജീവ് ചന്ദ്രശേഖരി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് പഴയ നേതാക്കൾക്ക് അത്ര പിടിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ BJP-ക്കാർ വല്ലാത്ത കൺഫ്യൂഷനില്ല, ആശയക്കുഴപ്പത്തില്ല. എന്താണ് BJP-യുടെ ലൈന്? ഹിന്ദുത്വമാണോ, അതോ ഈ നസ്രാണി പ്രീണനമാണോ? ഈ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിച്ചിട്ടെന്തെങ്കിലും വോട്ട് കിട്ടുമോ? ആ ഒരു ആശയക്കുഴപ്പം ഇപ്പൊ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ നേതൃത്വത്തിലിരിക്കുന്ന പലരും, അല്ലെങ്കിൽ ആ പാർട്ടിയെ യഥാർത്ഥത്തിൽ നയിക്കുന്ന ആളുകൾ ഒരു RSS പാരമ്പര്യമുള്ള BJP-ക്കാരല്ല, അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങളോട് കൂറുള്ളവരല്ല. പഴയ നേതാക്കന്മാരെ ആരെയും അടുപ്പിക്കുന്നില്ല. ഇവിടെ K. സുരേന്ദ്രനുണ്ട്, V. മുരളീധരനുണ്ട്, കുമ്മനം രാജശേഖരനുണ്ട്. ഇവർക്കാർക്ക് ഒരു സേയുമില്ലെന്ന് ഈ പാർട്ടിയുടെ കാര്യത്തിൽ. അവര് വേദിക്ക് പുറത്താ. BJP-ക്കാര് പറയുന്ന എന്താ? നോക്കുമ്പോൾ സത്യമല്ലയോ? പ്രസിഡന്റ് ഒരു പാരമ്പര്യമുള്ള BJP-ക്കാരനല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബാക്ക് ഡോർ എൻട്രിയാ. BJP-ക്കാർ തന്നെ പറയുന്നത് 2 ജനറൽ സെക്രട്ടറിമാർ, നസ്രാണികളായ 2 ജനറൽ സെക്രട്ടറിമാരാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ നിയന്ത്രിക്കുന്നതെന്നാണ്, അവരുടെ പിടിയിലാണെന്നാണ്. മറ്റൊന്ന് നോക്കിക്കേ, 2 മന്ത്രിമാര്, സഹമന്ത്രിമാരാണെങ്കിലും 2 പേരുണ്ട്. ഇവർക്ക് ആർക്കാണ് RSS പാരമ്പര്യമുള്ളത്? ഇവരിൽ ആരെങ്കിലും ശരിയായ റൂട്ടിലൂടെ BJP-യിൽ വന്നവരാണോ? ഒരാൾ സിനിമാ താരമായിരുന്നു, പെട്ടെന്ന് BJP സീറ്റ് കൊടുത്തു. ആദ്യം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു, പിന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചു. ഇത്തവണ അങ്ങ് ജയിച്ചു, മന്ത്രിയായി. രണ്ടാമത്തെ ആളോ ഒന്നാം തരം നസ്രാണി. അപ്പൊ ഈ ഒറിജിനൽ RSS BJP-ക്കാർക്ക് എന്താ ഇവിടെ റോള്? അവർക്ക് എന്താ ഇവിടെ സേ ഉള്ളത്? പാർട്ടി നടത്തുന്നതും പാർട്ടിയുടെ പേരിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും അത്തരക്കാരല്ല, പുറത്തു നിന്നുള്ളവരാണ്. ആ ഒരു അസംതൃപ്തി, ആ ഒരു പ്രതിഷേധം കേരളത്തിലെ ഒറിജിനൽ BJP-ക്കാർക്കുണ്ട്. അതാണ് ഇപ്പൊ K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇനിയിപ്പോ 6 ദിവസം കഴിയുക. അവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണുള്ളത്. ഫാദർ സ്റ്റാൻസ്വാമിയുടെ കഥ നമുക്കറിയാമല്ലോ. ഭീമേ കൊറോവോൺ സംഘർഷത്തില് അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ CPI-എംകാരുമായിട്ട്, മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് NIA-ക്കാർ അറസ്റ്റ് ചെയ്തതാ. പാർക്കിൻസൺസ് രോഗമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജയിലിൽ വെച്ച് വീണു. 2 ചെവികളുടെയും കേൾവിശക്തി നഷ്ടപ്പെട്ടു. പിന്നീട് കോവിഡ് പിടിച്ചു. ഈ പാർക്കിൻസൺസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ഗ്ലാസ് പാലോ വെള്ളമോ പോലും കുടിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനുവേണ്ടി സ്ട്രോസിപ്പ് സൗകര്യമുള്ള പാത്രങ്ങൾക്ക് വേണ്ടി ചോദിച്ചത്, അതുപോലും കൊടുത്തില്ല. അവസാനം അദ്ദേഹം ജയിലിൽ നരകിച്ചു മരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ കന്യാസ്ത്രീകളുടെ കാര്യം, 2 പേരും ഏതാണ്ട് 60 വയസ്സിനടുത്ത് പ്രായമുള്ളവരാ. വാതരോഗമുണ്ട്. ഒരാൾക്ക് മുട്ടുവേദന കലശലാണ്. അവർ ചെരുപ്പ് പോലും ഇവിടെ ഇടുന്നില്ല. എന്തിനവരുടെ കൊന്ത ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകിയിട്ടില്ല. നിലത്താണ് കിടക്കുന്നത്, വെറും നിലത്ത്. അവരുടെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യത്തില് എല്ലാവർക്കും വലിയ ആശങ്കയാണുള്ളത്. അവരെന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടിയില്ല. ജോലിക്ക് വേണ്ടി നാട്ടിൽ നിന്ന് അവരുടെ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി, അനുമതി പത്രത്തോടുകൂടി, എല്ലാ രേഖകളോടും കൂടി വന്നവരാ റെയിൽവേ സ്റ്റേഷനിൽ. അവരെവിടെ സ്വീകരിക്കാൻ കാത്തു നിന്നു. അത് തെറ്റു മാത്രമാണ് ഈ കന്യാസ്ത്രീകൾ ചെയ്തത്. അതിനാണ് പിടിച്ചകത്താക്കിയിരിക്കുന്നത്. നാരായൺപൂരിലും ചുറ്റുവട്ടത്തും എത്രയോ വർഷങ്ങളായിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ ജോലി ചെയ്യുന്ന 2 കന്യാസ്ത്രീകളാണ് ഇവർ. 2 പേരും ആശുപത്രികളിൽ പണിയെടുക്കുന്നവരാണ്. അവർക്കാണ് ഈ ഗതി വന്നിരിക്കുന്നത്. അവരൊരു തെറ്റും ചെയ്തവരല്ല. അവർ ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനും അവർ വിശ്വസിക്കുന്ന മതത്തെപ്പറ്റി സംസാരിക്കാനും അവർക്ക് അവകാശമുണ്ട്. അതിന്റെ പേരിലാണ് നിർബന്ധിത മതപരിവർത്തനം. നേരത്തെ മനുഷ്യക്കടത്തെന്ന് മാത്രമാണ് ആരോപിച്ചത്. പിന്നീട് അത് നിർബന്ധിത മതപരിവർത്തനം എന്നുകൂടിയാക്കി. ഇതിനിടെ 2 പേരെ കേരളം തെരയുന്നുണ്ട് കേട്ടോ. 2 പേരും കേന്ദ്രമന്ത്രിമാരാ. ഒന്ന് നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹം ബുദ്ധിമാനാ. അദ്ദേഹത്തിനറിയാം ഈ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന്. അത് BJP-യുടെ ഒരു ദേശീയ അജണ്ടയുടെ ഭാഗമാണ്. അത് നമ്മുടെ പാവപ്പെട്ട സുരേഷ് ഗോപി ഒച്ച വെച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം മിണ്ടാതിരിക്കുക. രണ്ടാമൻ ജോർജ് കുര്യനാണ്. അദ്ദേഹത്തിന് പറയാതിരിക്കാനും വയ്യ. കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്ക് കൊടുത്ത ഒരു പ്രാതിനിധ്യമാണ് ജോർജ് കുര്യൻ എന്നാണല്ലോ പറയുന്നത്. അറസ്റ്റിലായത് ആരാ? ആ സഭയിൽപ്പെട്ട 2 കന്യാസ്ത്രീകളാ. അപ്പൊ മിണ്ടാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ആദിഭൂതി ഇളകിയപ്പോ മന്ത്രി എന്ത് ചെയ്തു? CBCIയെ കുറിച്ച് കുറ്റം പറഞ്ഞു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, അവരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു. ജാമ്യം കിട്ടാത്തതിന്റെ ഉത്തരവാദിത്വം അവരുടെ തലയിലോട്ട് വെച്ചു. അവര് വിടുമോ? അവര് മന്ത്രിയെ എടുത്തിട്ട് കുടഞ്ഞിട്ട് വലിച്ചെറിയുകയും ചെയ്തു. ഇവര് കന്യാസ്ത്രീയുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ലോകം കണ്ടതാണ്. ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. ഈ മന്ത്രി ചെയ്തതൊക്കെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് CBCIയുടെ ഔദ്യോഗിക വക്താവ് ഫാദർ റോബിൻ റോഡ്രിഗസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. ഇപ്പൊ അദ്ദേഹം കിടന്ന് ഉരുളുക. ഇന്നും പത്രലേഖകരുടെ മുമ്പിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാര് ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നില്ലെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്.
പ്രിയപ്പെട്ട മന്ത്രി മിസ്റ്റർ ജോർജ് കുര്യൻ ഇങ്ങനത്തെ പോഴത്തകളൊന്നും പറയരുത്. കഴിഞ്ഞ ദിവസം UDFന്റെ പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തിയപ്പോ പോലീസ് അവരെ തടഞ്ഞു. അപ്പൊ ആദ്യം ഓടിയെത്തിയത് ആരാ? നേരത്തെ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗലാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ്, അദ്ദേഹം ശക്തിയായിട്ട് പറഞ്ഞതിനെ തുടർന്നാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് ജയിലിൽ ചെന്നവരെ കാണാനുള്ള, ഈ കന്യാസ്ത്രീകളെ സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയത്. എന്നിട്ട് പറയുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാരെ പ്രതിഷേധിക്കുന്നില്ലെന്ന്. BJP-കാരല്ല കന്യാസ്ത്രീകളെ പിടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് പത്രലേഖകരോട്, മാധ്യമങ്ങളോട്. പിന്നെ ആരാ പിടിച്ചത്? ഈ ബജ്രംഗ് ദൾ ആരാ? സംഘപരിവാരത്തിന്റെ അവിഭാജ്യ ഘടകമല്ലേ? കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കും സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവര് വാ മൂടിക്കെട്ടി തെരുവിലിറങ്ങേണ്ടി വന്നു BJP-ക്കും BJP സർക്കാരിനുമെതിരെ പ്രതികരിക്കുന്നതിന്, അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിക്കുന്നതിന്. പിതാക്കന്മാരെ മിന്നുന്നതെല്ലാം പൊന്നൊന്നും അല്ല. അതുപോലെ ഈ ആട്ടിൻ തോലാണെങ്കിൽ ചെന്നായ ഉണ്ടല്ലോ, അത് പുല്ല് തിന്നാൻ വന്നതല്ല, എതിരാളികളുടെ ചോര കുടിക്കാൻ വന്നതാ. വേഷം മാറി വന്നതേ ഉള്ളൂ. പിതാക്കന്മാരത് മനസ്സിലാക്കി തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു, ഭരണഘടന പശു തിന്നുന്ന ഗതികേടിലായെന്ന്. നേരത്തെ 300 രൂപ കിട്ടിയാൽ, കിലോയ്ക്ക് റബ്ബറിന് 300 രൂപ കിട്ടിയാൽ ഒരു BJP MP-യെ തരാമെന്ന് പറഞ്ഞ മെത്രാനാ. ആളുകൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖറും മറ്റും സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് സഭാമേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നു എന്നാ കേട്ടത്. വാസ്തവത്തിൽ ചെയ്യേണ്ടത് അവരെ അതിന്റെ അകത്ത് കയറ്റാതിരിക്കുക എന്നുള്ളതാണ്. പ്രശസ്ത എഴുത്തുകാരിയായ അരുന്ധതി റോയ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. തീ വന്ന് വിറകിനോട് ചോദിക്കുകയാണ്, എനിക്കൊരവസരം തരുമോ എന്ന്. അതുപോലെയാണ് BJP വന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ചോദിക്കുന്നത്, എനിക്കൊരു അവസരം തരുമോ എന്ന്. അതിന് അവസരം കൊടുക്കാതിരിക്കുകയാണ് ബുദ്ധിയുള്ള സഭാ മേലധ്യക്ഷന്മാർ ചെയ്യേണ്ടത്.